തിരുവനന്തപുരം നഗരത്തിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും മഴക്കാലത്തെ പ്രതിസന്ധികൾ നേരിടുന്നതിനുമായി സെക്രട്ടേറിയറ്റിൽ അടിയന്തര ഉന്നതതല യോഗം ചേർന്നു. ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്, ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ, ഗതാഗത വകുപ്പ് മന്ത്രി സി പി ജോൺ എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ മേയർ വി വി രാജേഷ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ജലക്ഷാമം നേരിടുന്നിടങ്ങളിൽ ടാങ്കറുകൾ വഴി വെള്ളമെത്തിക്കാനും പൈപ്പ് ലൈനുകളിലെ ചോർച്ച യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹരിക്കാനും തീരുമാനിച്ചു. കഴക്കൂട്ടം ടെക്നോപാർക്ക് പരിസരങ്ങളിൽ മഴവെള്ള സംഭരണ സംവിധാനങ്ങൾ നടപ്പിലാക്കും. പേപ്പാറ ഡാമിന്റെ സംഭരണശേഷി പരമാവധി പ്രയോജനപ്പെടുത്താനും നിർദ്ദേശം നൽകി. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ആമയിഴഞ്ചാൻ തോടിന്റെ ഒഴുക്ക് സുഗമമാക്കും. പാർവതി പുത്തനാറിന്റെ സ്ഥിതി വിലയിരുത്താൻ ആഴ്ചയിൽ 2 തവണ ഉദ്യോഗസ്ഥതല പരിശോധന നടത്തും. പൊഴിയൂർ, ഭീമാപള്ളി എന്നിവിടങ്ങളിൽ ജിയോബാഗുകൾ ഉപയോഗിച്ചുള്ള താൽക്കാലിക പ്രതിരോധ മതിലുകൾ നിർമ്മിക്കും. മഴക്കാല രോഗങ്ങൾക്കെതിരെ സ്കൂൾ തലത്തിൽ ബോധവൽക്കരണം നൽകും. പൊതുസ്ഥലത്ത് മാലിന്യം തള്ളുന്നവർക്കെതിരെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് കർശന നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.